എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 15 പബ്ലിഷ് ചെയ്തിട്ടുള്ള PSC ബുള്ളറ്റിൻ കറണ്ട് അഫെയർസ് ആണ്. നമുക്കറിയാം, ഏതൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും കറണ്ട് അഫെയർസ് എന്ത് ചെയ്യും, റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറാറുണ്ട്. എല്ലാ സബ്ജക്റ്റും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലും കറണ്ട് അഫെയർസ് നമുക്കെല്ലാം കിട്ടണമെന്നില്ല. അപ്പോൾ PSC ബുള്ളറ്റിൻ കറണ്ട് അഫെയർസ് എന്താണ്, മസ്റ്റായിട്ട് നോക്കിയേ പറ്റൂ. അപ്പോൾ ജോലിക്ക് പോകുന്നവരും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒട്ടും സമയമില്ലാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമ്മുടെ കറണ്ട് അഫെയർസ് കേട്ട് പഠിച്ച് സെറ്റാവാൻ നോക്കുക. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് കേട്ട് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയായ CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു? ഓക്കെ ആണല്ലോ. സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ജെൻസി വിപ്ലവം എന്ന പേരിലുള്ള പ്രക്ഷോഭം നേരിട്ട് നേപ്പാൾ. എന്താണ്, സോഷ്യൽ മീഡിയ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ പേരിൽ ജെൻസി വിപ്ലവം. എന്താണ് ജെൻസി വിപ്ലവം? എവിടെ നടന്നത്? നേപ്പാളിലാണ് ജെൻസി വിപ്ലവം സാമൂഹിക മാധ്യമങ്ങൾ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ പേരിൽ നടന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ സൈനിക വ്യോമതാവളം തെക്കൻ ലഡാക്കിലെ ന്യോമയിലാണ് നിലവിൽ വരാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 4ാമത് സൈനിക വ്യോമതാവളം എവിടെ വരുന്നത്? തെക്കൻ ലഡാക്കിലെ ന്യോമയിൽ. ഓക്കെ ആണല്ലോ. അടുത്തത്, ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സിറ്റിസൺ കണക്ട് സെന്റർ സംവിധാനം ആരംഭിച്ച് കേരളം. എന്താണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം? എന്താണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം? സിറ്റിസൺ കണക്ട് സെന്റർ എവിടെയാണ്? കേരളത്തിൽ സ്റ്റാർട്ടായി. അടുത്തത്, ഗഗൻയാൻ ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ISRO വിജയകരമായി പരീക്ഷിച്ചു. അല്ലേ? ഗഗൻയാൻ ദൗത്യത്തിൽ എന്ത് ചെയ്യണം? ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സേഫായിട്ട് തിരിച്ചിറക്കണം. അല്ലേ? അതിന് വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ISRO വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്റ്റ് ഡ്രോൺ ആണ് കാലഭൈരവ്. എന്താണ്? കാലഭൈരവ്. ആ പേര് കിട്ടുമ്പം തന്നെ മീൻസ് കണക്റ്റ് ആവും. എന്തായാലും എക്സാം ഹാളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്റ്റ് ഡ്രോൺ ആണ് ഇത്, കാലഭൈരവ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ ഇതിൻ്റെ നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര. ഏതാണ്? സുദർശൻ ചക്ര. അടുത്തത്, അങ്ക്ലോസോറസ് ഡൈനോസറുകളുടെ ജീനസായ സ്പൈക്കോമെലസ് എന്ന ഇനം ഡൈനോസറിൻ്റെ ഫോസിൽ മൊറോക്കൻ പട്ടണമായ ബൗൾമാനിൽ കണ്ടെത്തി. എവിടെയാണ് കണ്ടെത്തിയത്? മൊറോക്കൻ പട്ടണമായ ബൗൾമാനിൽ. അങ്ക്ലോസോറസ് ഡൈനോസറുകളുടെ ജീനസായിട്ടുള്ള സ്പൈക്കോമെലസ് എന്ന ടൈപ്പ് ഡൈനോസറിൻ്റെ ഫോസിൽ എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? മൊറോക്കൻ പട്ടണമായ ബൗൾമാനിൽ കണ്ടെത്തി. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുരസ്കാരം നോക്കാം. അല്ലേ? രമൺ മാഗ്സസെ പുരസ്കാരം. 2025 രമൺ മാഗ്സസെ പുരസ്കാരം പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യൻ സന്നദ്ധ സംഘടനയായ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിനാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രമൺ മാഗ്സസെ പുരസ്കാരം 2025 ലഭിച്ചിട്ടുള്ളത് പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യൻ സന്നദ്ധ സംഘടനയായ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിനാണ്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണിത്. ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലിനാണ് ലഭിച്ചിട്ടുള്ളത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണിത്. ഏഷ്യൻ നോബൽ എന്നാണ് ഈ പുരസ്കാരം അറിയപ്പെടുന്നത്. രമൺ മാഗ്സസെ പുരസ്കാരം അറിയപ്പെടുന്നത് ഏഷ്യൻ നോബൽ എന്നാണ്. 67ാമത് പുരസ്കാര വിതരണമാണ് ഇത്തവണത്തേത്. ഏതാണ്? 67th ആണ് വരുന്നത്. ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റ് രമൺ
മാഗ്സസെയുടെ പേരിലാണ് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നത്, ഈ പുരസ്കാരം നൽകുന്നത്. 1957 ഈ പുരസ്കാരം സ്റ്റാർട്ട് ചെയ്തത്. $50,000 സമ്മാനത്തുകയായിട്ട് വരുന്നത്. അപ്പോൾ ഈ വർഷത്തെ രമൺ മാഗ്സസെ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ, ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബൽ. നെക്സ്റ്റ്, ശുക്രനിലേക്കുള്ള, വീനസിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യമാണ് വെനേറ ഡി. ഓക്കെ ആണല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ബഹിരാകാശ ദൗത്യമാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ, അപ്പോൾ റഷ്യൻ ബഹിരാകാശ ദൗത്യമാണ് വെനേറ ഡി. രക്തചന്ദ്രൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ബ്ലഡ് മൂൺ എന്ന് വിളിക്കപ്പെടുന്ന ചെമ്പൻ നിറത്തിൽ കാണപ്പെട്ട പൂർണ്ണ ചന്ദ്രഗ്രഹണം എപ്പോഴാണ്? സെപ്റ്റംബർ 7 ദൃശ്യമായത് അല്ലേ? രക്തചന്ദ്രൻ, ബ്ലഡ് മൂൺ എപ്പോഴാണ് നമുക്ക് ദൃശ്യമായത്? സെപ്റ്റംബർ 7. അടുത്തത്, മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ച് പിടിപ്പിച്ചത് ആരാണ്? ചൈനയാണ്. ഇതിലൊക്കെ ചൈനയാണല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ ചൈനയാണ് വരാറല്ലേ? അപ്പോൾ മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ച് പിടിപ്പിച്ചത് ചൈനയാണ്. നെക്സ്റ്റ്, ഗർഭാശയകള അർബുദം 2 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ച് ഡൽഹി എയിംസ്. ആരാണ്? ഡൽഹി എയിംസ് ആണ്. ഓക്കെ ആണല്ലോ, ഗർഭാശയകള അർബുദം 2 മണിക്കൂറിനുള്ളിൽ 2 hours എന്ത് ചെയ്യും? കണ്ടെത്തും. ആരാ വികസിപ്പിച്ചേ? ഡൽഹി എയിംസ് ആണ്. നെക്സ്റ്റ്, വായു നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് മധ്യപ്രദേശിലെ ഇൻഡോറിനാണ് 1ാം റാങ്ക്. വായു നിലവാരം, എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയറിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് മധ്യപ്രദേശിലെ ഇൻഡോറിനാണ് 1ാം റാങ്ക്. അടുത്തത്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് ദ വിസാർഡ് ഓഫ് ക്രെംലിൻ. സംവിധാനം ചെയ്തിരിക്കുന്നത് ഒലിവർ അസായസ് ആണ്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് ഏതാണ്? ദി വിസാർഡ് ഓഫ് ക്രെംലിൻ. അടുത്തത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം എന്ത് ചെയ്യുന്നുണ്ട്? ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ പോവുകയാണ് ആര്? കർണാടക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച് കർണാടക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത്, നമ്മുടെ സർവേയിൽ മുംബൈ ആണ് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, മുംബൈ ആണ് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം. നെക്സ്റ്റ്, RBI മുൻ ഗവർണർ ഊർജിത് പട്ടേൽ IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായിട്ടുണ്ട്. നമ്മുടെ RBI മുൻ ഗവർണറായിരുന്ന ഊർജിത് പട്ടേൽ എന്ത് ചെയ്തിട്ടുണ്ട്? IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുണ്ട്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സുരക്ഷാ ഉച്ചകോടി ചൈനയുടെ വടക്കൻ തുറമുഖമായ ടിയാൻജിനിലാണ് നടന്നത്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സുരക്ഷാ ഉച്ചകോടി ചൈനയുടെ വടക്കൻ തുറമുഖ നഗരമായ ടിയാൻജിനിൽ നടന്നു. നെക്സ്റ്റ്, 2025 ആഗോള സമാധാന സൂചിക ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ആഗോള സമാധാന സൂചിക പുറത്തുവിട്ടതിൽ ഐസ്ലാൻഡിനാണ് 1ാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 155 ആണ്. 2025 ആഗോള സമാധാന സൂചിക ഇന്ത്യ എപ്പോഴാണ്? 155. 2025 ആഗോള സമാധാന സൂചിക ഇന്ത്യ 155. ഫസ്റ്റ് വരുന്നത് ഐസ്ലാൻഡ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പെരമ്പൂരിലെ ഇൻറ്റീഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി എവിടെയാണ്? പെരമ്പൂരിലുള്ള ഇൻറ്റീഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ്. ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് ആരാ വന്നത്? ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നെക്സ്റ്റ്, തായ്ലൻഡ് പ്രധാനമന്ത്രി പെയ്തോങ് തരൺഷിന വത്ര എന്ത് ചെയ്തിട്ടുണ്ട്? അധികാരത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. സീഷെൽസിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി മലയാളിയായ രോഹിത് രതീഷിനെ നിയമിച്ചു. ആരാണ്? മലയാളിയായിട്ടുള്ള രോഹിത് രതീഷാണ് സീഷെൽസിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കിയിട്ട് മടങ്ങിയിട്ടുണ്ട്. അടുത്തത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ആലപ്പുഴ പുന്നമടക്കായൽ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആരാണ് ഫൈനലിൽ വന്നിട്ടുള്ളത്? വിയ്യപുരം ചുണ്ടന് കിരീടം അല്ലേ? വിയ്യപുരം ചുണ്ടനാണ് ഫൈനൽ കിട്ടിയത്.
കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം ഉസ്ബെക്കിസ്ഥാനാണ്. കാഫ നാഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം ഉസ്ബെക്കിസ്ഥാനാണ്. ഫൈനലിൽ ഇറാനെ 1-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒമാനെ 3-2 കീഴടക്കിയാണ് ഇന്ത്യ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അപ്പോൾ കാഫ നേഷൻസ് കപ്പ് ഫുട്ബോൾ കിരീടം ഫസ്റ്റ് ഉസ്ബെക്കിസ്ഥാനാണ്. അടുത്തത് 2026 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥ്യം വഹിക്കും. 2026 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ത്യയും ശ്രീലങ്കയും എന്ത് ചെയ്യുന്നുണ്ട്? സംയുക്തമായി ആതിഥ്യം വഹിക്കും. അടുത്തത് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റർ ചേതേശ്വർ പൂജാര ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. അടുത്തത് ഈ വർഷത്തെ ഫിഡെ ചെസ് ലോകകപ്പ് ഗോവയിലാണ് നടക്കുന്നത്. ഫിഡെ ചെസ് ലോകകപ്പ് ഈ വർഷം എവിടെയാണ്? ഗോവയിലാണ് നടക്കുന്നത്. ബീഹാറാണ് 2025 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബീഹാറാണ്. ഹിമാലയൻ കിംഗ്ഫിഷറാണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നം. ഏതാണ്? ഹിമാലയൻ കിംഗ്ഫിഷർ. ഹിമാലയൻ കിംഗ്ഫിഷറാണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നം. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റാണ് ഇത് ബ്രോങ്കോ ടെസ്റ്റ്. ഏതാണ്? ബ്രോങ്കോ ടെസ്റ്റാണ് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനുള്ള പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ്, ബ്രോങ്കോ ടെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഈ വീക്കിൽ പഠിക്കാനുള്ള കറണ്ട് അഫെയർസ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേട്ടിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണും വരേക്കും ബൈ.